ഇത്രയും പെട്ടെന്ന് ഒരു കാർ കാരണം ഫോളോവേഴ്സ് കയറും അല്ലെങ്കിൽ റീച്ച് കിട്ടുമെന്ന് ഓർത്തില്ലായിരുന്നു. ലൈറ്റ് ഇപ്പോൾ നല്ല മോർണിംഗ് ലൈറ്റ് ഉണ്ടായിരുന്നു, അപ്പോൾ അത് വെച്ച് എടുത്ത് നോക്കിയപ്പോൾ നല്ല ഭംഗിയുണ്ടായി. ഓഡിയും പോർഷയും കമൻറ്റ് ഇടണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, ബട്ട് ദെൻ പ്രതീക്ഷിച്ചിരുന്നില്ല ഇടുമെന്ന്. ഒരു കുഞ്ഞു ടോയ് കാർ, ഒരു കുഞ്ഞു റീൽ സോഷ്യൽ മീഡിയയിൽ വൈറലായി 6.5 കോടിയിലധികം ആൾക്കാർ കണ്ട ആ വൈറൽ വീഡിയോയ്ക്ക് പിന്നിലെ കഥ ഇതാണ്. എൻ്റെ പേര് കൃഷ്ണ എന്നാണ്. ഞാൻ കൊച്ചിയിലാണ് താമസിക്കുന്നത്. 24 വയസ്സാണ് എനിക്ക്. ഞാൻ വർക്ക് ചെയ്യായിരുന്നു, പിന്നെ CMAക്ക് വേണ്ടിയായിട്ട് ഇപ്പോൾ ഒരു ടൈം എടുത്തിരുന്നു. CMA കഴിഞ്ഞു, അപ്പോൾ അടുത്ത വർക്കിനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുക. അന്ന് രാവിലെ ഞാൻ നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല മോർണിംഗ് ലൈറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ സൺറൈസിൽ ഞാൻ ഇങ്ങനെ കാർ വെച്ച് നോക്കിയപ്പോൾ ബാക്ക് ലൈറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ ഉണ്ടായിരുന്നുകൊണ്ട് വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് നോക്കി എങ്ങനെ ഉണ്ടാവും നോക്കി. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ഇലുമിനേറ്റ് ചെയ്ത് കാണുന്നുണ്ടായിരുന്നു സ്പ്രേ ചെയ്ത് വെള്ളം. അപ്പോൾ ആ ഒരു വീഡിയോ എടുത്ത് എങ്ങനെ ഉണ്ടാവും നോക്കാമെന്ന് ഓർത്ത് ക്യാമറ സെറ്റ് ചെയ്തു, എടുത്ത് നോക്കി. എടുത്ത് കഴിഞ്ഞപ്പോഴേക്കും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഷോട്ട് കിട്ടി. അതെടുത്ത് കുറച്ച് എഡിറ്റ് ചെയ്തു, പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ റീച്ച് കിട്ടി. കാറിൻ്റെ വീഡിയോസ് നോർമലി ഉണ്ടാക്കണമെന്ന് ഓർക്കാറുണ്ട്, ബട്ട് ദെൻ നല്ല കാറുകൾ ആക്സസിൽ കിട്ടാറില്ല. അപ്പോൾ ഇടയ്ക്ക് ഞാൻ ഒരു ദിവസം ഓർത്തു, ഇത് ഇങ്ങനെ ടോയ്സ് ഉണ്ടല്ലോ, അപ്പോൾ ഇത് വെച്ചിട്ട് വീഡിയോ എടുത്ത് നോക്കിയാലും ഓർത്തു. കാർ ഇതാ ഇവിടെ ആയിരുന്നു വെച്ചിട്ടുണ്ടെന്ന്, ഈ സോഫയിൽ തന്നെ വെച്ചത്. പിന്നെ അടുത്തത് എൻ്റെ iPhone 17 എടുത്തത്. പിന്നെ ജസ്റ്റ് ഒരു വാട്ടർ സ്പ്രേ എടുത്ത് അടിച്ചു. കാർസ് ഇഷ്ടമാണ്, അതായത് സൂപ്പർ കാർസ് ഇഷ്ടമാണ്, SUVs ഇഷ്ടമാണ്, അതെല്ലാം ഇഷ്ടമാണ്. ബട്ട് ദെൻ ഇത്രയും പെട്ടെന്ന് ഒരു കാർ കാരണം ഫോളോവേഴ്സ് കയറും അല്ലെങ്കിൽ റീച്ച് കിട്ടുമെന്ന് ഓർത്തില്ലായിരുന്നു. ഓഡിയും പോർഷയും കമൻറ്റ് ഇടണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, ബട്ട് ദെൻ പ്രതീക്ഷിച്ചിരുന്നില്ല ഇടുമെന്ന്. അതായത് ആദ്യം പോർഷെ ഇന്ത്യയുടെ ഒരു കമൻറ്റ് വന്നിരുന്നു, പിന്നെ ഓഡി ജർമ്മനിയുടെ ഒരു കമൻറ്റ് വന്നിരുന്നു. ഈ രണ്ടെണ്ണം ഞാൻ നോക്കി, എന്നിട്ട് ഞാൻ ഓർത്തു ഒറിജിനലിൻ്റെ കമൻറ്റ് ഇതുവരെ വന്നിട്ടില്ലെന്ന്. പിന്നെ ഓഡിയുടെ വന്നു, എന്നിട്ട് അവസാനമായിരുന്നു പോർഷയുടെ വന്നു. ഇതെല്ലാം വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഏകദേശം നല്ല ഹാപ്പി ആയിരുന്നു. ബിഹൈൻഡ് ദ സീൻ എടുത്തത് അമ്മ വന്നിട്ടായിരുന്നു. അമ്മ ബാക്കിൽ നിന്ന് ഇങ്ങനെ വീഡിയോ എടുത്തു, അതെടുത്തിട്ടായിരുന്നു പിന്നെ ആ വീഡിയോയിൽ സ്റ്റാർട്ടിങ്ങിലായിട്ട് ഇട്ടത് ആ ഒരു ഭാഗമായിട്ട്. ഞാൻ പല ടൈപ്പ് കോണ്ടന്റ് ട്രൈ ചെയ്തിട്ടുണ്ട്. ആദ്യം സിംഗിങ് ട്രൈ ചെയ്തു, അതിന് റീച്ച് അത്ര ഉണ്ടായിരുന്നില്ല. പിന്നെ വർക്കൗട്ട് റിലേറ്റഡ് ഇട്ട് തുടങ്ങി, അതിനത്ര ഉണ്ടായിരുന്നില്ല. പിന്നെ ഫണി വീഡിയോസ് ഇട്ട് തുടങ്ങി, അതിനായിരുന്നു കുറച്ചുകൂടി വന്നു തുടങ്ങി. ശേഷം കഴിഞ്ഞ ദിവസം ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു ഈ കാറിൻ്റെ വീഡിയോ. അത് വെച്ചിട്ടാണ് ഇപ്പോൾ ഇത്ര റീച്ച് വന്നത്. ഇതിനിപ്പോൾ നോക്കിയാൽ നിങ്ങൾക്ക് കുറേ ഇംപെർഫെക്ഷൻസ് കാണാം. കുറച്ചുകൂടി വില കൂടിയത്, കുറച്ചുകൂടി പെർഫെക്റ്റ് ആയിട്ടുള്ള പീസസ് വാങ്ങണമെന്നുള്ള ആഗ്രഹമുണ്ട്. ഒറിജിനൽ ആഗ്രഹം ചോദിച്ചാൽ ഉണ്ട്, ഡിഫെൻഡർ ഉണ്ട്, പിന്നെ പോർഷെ 911 ഉണ്ട്, ഇങ്ങനെ കുറേ ആഗ്രഹങ്ങളുണ്ട്. പറ്റും കുറച്ചുകൂടി കഴിയുമ്പോഴായിരിക്കും അതൊക്കെ നടക്കുക.